ഉയർന്ന പോളിംഗ് ശതമാനം, ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം ബംഗാളിലേത് 92.59%. സർവകാല റെക്കോർഡാണ് ബംഗാളിൽ. എന്തായിരിക്കാം അതിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തെല്ലാമാണ്? ആരാവും നേട്ടമുണ്ടാക്കാൻ സാധ്യത? ദീദി യുഗം അവസാനിക്കുകയാണോ? ബംഗാളിൽ ഒരു ഭരണമാറ്റം ആസന്നമാണോ? നമുക്ക് പരിശോധിക്കാം. ബംഗാൾ ഏറെ ദേശീയ നേതാക്കളെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സംസ്ഥാനം. ബംഗ്ലാ ദേശീയത വളരെ വിഖ്യാതമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനമായിരുന്നു കൽക്കട്ട എന്നോർക്കണം. വലിയ കവിതകൾ, സാഹിത്യം എന്ന് വേണ്ട ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു വലിയ തട്ടകമായി പ്രവർത്തിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാടായ ബംഗാൾ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നാടായ ബംഗാൾ, ഈവൻ BJPക്കും അഭിമാനിക്കാവുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ നാടായ ബംഗാൾ, ടാഗോറിൻ്റെ നാടായ ബംഗാൾ എന്ന് വേണ്ട ചതോപാധ്യായമാരും ബംഗാളി ചാറ്റർജീസ്, മുഖർജീസ്, ബാനർജീസ് ഇവരുടെയൊക്കെ നാട്. ആ നാട്ടിൽ ഇന്ന് കൊടിയ ദാരിദ്ര്യം, ബിമാരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ബംഗാളും ഒറീസയും ഒക്കെയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് ഒന്നും ചെയ്യാനായില്ല എന്നൊരു പ്രതീതിയാണ്. കോൺഗ്രസ് ഏറെക്കാലം ഭരിച്ചു, 77 വരെ ഭരിച്ചു. പിന്നീടൊരു 34 വർഷം 2 നേതാക്കളുടെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ ഭരണം, ജ്യോതി ബാസുവിൻ്റെ ദീർഘമായ ഭരണകാലം, ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ ദീർഘമായ ഭരണകാലം. അതിനുശേഷം ദീദി യുഗം തുടങ്ങിയത് 2011 മമതാ ബാനർജി ഒരു കൊടുങ്കാറ്റായി കോൺഗ്രസിൽ ഒരു തീപ്പൊരി നേതാവായി വരികയും, എന്നാൽ കോൺഗ്രസ് പാർട്ടി വേണ്ട പ്രാധാന്യം മമതാ ബാനർജി കൊടുത്തില്ല എന്ന പരിഭവത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് വിട്ട് പ്രാദേശിക കക്ഷി രൂപീകരിച്ച് കോൺഗ്രസിൻ്റെ അടിത്തറ ആന്തിപ്പിടിച്ചുകൊണ്ട് പോയി തൃണമൂൽ കോൺഗ്രസ്, ഗ്രാസ് റൂട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിന് അഡ്രസ് ഇല്ലാതായി. മാൽഡ, മുർഷിദാബാദ് മേഖല, അതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളാണ്, ബംഗ്ലാദേശുമായി എടുത്തു കിടക്കുന്ന മേഖല. അവിടേക്ക് മാത്രമായി കോൺഗ്രസിൻ്റെ സ്വാധീനം ചുരുങ്ങുകയും അധീർ രഞ്ജൻ ചൗധരി പോലെയുള്ള വലിയ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് ഔപചാരികമായില്ലെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന ആളാണ്. അദ്ദേഹത്തെ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഫീൽഡ് ചെയ്ത കാൻഡിഡേറ്റ്, അതും അങ്ങ് അകലെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന യൂസഫ് പഠാൻ ആണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അവിടെ മുസ്ലിം വോട്ട്, അദ്ദേഹത്തിന് തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുസ്ലിം വോട്ട് അദ്ദേഹത്തിനെതിരെ തന്നെ പ്രയോജനപ്പെടുത്തി മമതാ ബാനർജി കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ അസ്തിത്വം കളഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ബംഗാളിൽ സീറ്റില്ല, നിയമസഭയിൽ, ലോക്സഭയിലുമില്ല, നിയമസഭയിലുമില്ല. CPMന് ഒരു സീറ്റുമില്ല. എത്ര പ്രാവശ്യം 34 വർഷം ഭരിച്ച പാർട്ടിക്ക് നിയമസഭയിലോ ലോക്സഭയിലോ എണ്ണിയെടുക്കാൻ ഒരു സീറ്റില്ലാത്ത അവസ്ഥ. അപ്പോൾ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നു, ഭാരതത്തിലെ ആളുകൾ ഉറ്റുനോക്കുന്നു. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേർവാഴ്ചക്കെതിരെ ഒറ്റപ്പെട്ട തുരുത്തുകളായി പോരടിച്ചു നിൽക്കുന്നത് മമതാ ബാനർജിയും MK സ്റ്റാലിനും ഇങ്ങനെ തമിഴ്നാട്ടിൽ ആണെന്നതാണ് പൊതുവിശ്വാസം. രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം കഴിയുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. പാൻ ഇന്ത്യ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് പ്രതിപക്ഷത്തെ അച്ചുതണ്ട് ശക്തിയും കോൺഗ്രസ്സാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഒന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും കോൺഗ്രസിനെയോ CPMനെയോ ബംഗാളിൽ കൂസുന്ന ഒരു പാർട്ടിയല്ല. മാത്രമല്ല കോൺഗ്രസും CPMും തമ്മിലുള്ള അലയൻസും അവസാനിച്ചിരിക്കുന്നു. എല്ലാം വേറെ വേറെ മത്സരിക്കുന്നു. ഇപ്പോൾ വരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ബംഗാൾ ഏത് വില കൊടുത്തും പിടിച്ചടക്കാൻ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിക്കും, 150-ൽ പരം സീറ്റുകൾ ലഭിക്കുമെന്ന് പല എക്സിറ്റ് പോളുകളും പറഞ്ഞു, അഭിപ്രായ സർവേകൾ പറഞ്ഞു. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ BJPക്ക് 77 സീറ്റുമായി മുഖ്യ പ്രതിപക്ഷമാകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മമതാ ബാനർജിയുടെ പാർട്ടിക്ക് 214 സീറ്റുമായി വലിയ മേൽക്കൈ തന്നെയാണ് ലഭിച്ചത്. പക്ഷേ ഇപ്രാവശ്യം 2021 ആവർത്തിക്കുമോ? ഇല്ല എന്നാണ് പൊതുവെ ഉള്ള നിഗമനം. പല കാരണങ്ങളാണ്. മമത 15 വർഷമായി ഭരണത്തിൽ, അതിനുള്ളിൽ മമതയുടെ പ്രതിച്ഛായ
അതുപോലെ തന്നെ നിൽക്കുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു മുഖം, ലാളിത്യത്തിൻ്റെ ഒരു മുഖം. മാ മിഠി മനുഷ് അല്ലേ, മാ അമ്മ, ബംഗാളി ഭാഷ അമ്മ സ്ഥാനത്താണ്. മിഠി ഭൂമിയാണ്, മണ്ണാണ്, മണ്ണിനോട് പടപൊരുന്ന മനുഷ്യൻ. അവിടെങ്ങും പടപൊരുതാൻ ആളുകളില്ല കേട്ടോ. ജോലി തേടി ബംഗാളികൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വരികയാണ്, അത് വേറൊരു കാര്യം. അപ്പം മണ്ണിൽ പടപൊരുതാൻ ആരുണ്ട് എന്നത് മറ്റൊരു ചോദ്യം. മനുഷ്, അതുകൊണ്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ഇത് തൃണമൂലിൻ്റെ വിഖ്യാതമായ മുദ്രാവാക്യമാണ്. അതിലാകൃഷ്ടരായി ഒരുപാട് പേരാണ് തൃണമൂൽ ബാൻഡ് വാഗണിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു ആദർശമുള്ളൊരു പാർട്ടിയാണോ? അല്ല, ആദർശമല്ല. അടിക്ക് തിരിച്ചടി എന്നതാണ് പ്രമാണം. CPM-നെ തൃണമൂൽ കോൺഗ്രസ് തല്ലി ഒതുക്കി എന്നതാണ് സത്യം. CPM-ന്റെ ഗുണ്ടായുസമായിരുന്നു പാർട്ടി ഗ്രാമങ്ങൾ. നമ്മളിപ്പോൾ കണ്ണൂരൊക്കെ കാണുന്ന പോലെ, കണ്ണൂരൊക്കെ എത്രയോ സമാധാനപരം, അവിടെയൊക്കെ ഗുണ്ടായുസത്തിൻ്റെ അങ്ങേയറ്റം, ബൂത്തുപിടുത്തം, ആൾമാറാട്ടം, കള്ളവോട്ട് എന്ന് വേണ്ട അരാജകത്വം തേർവാഴ്ച നടത്തിയ വർഷങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന വർഷങ്ങൾ. കുറേയൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. അതിന് അടിക്ക് തിരിച്ചടി തന്നെ സുധാകരൻ കണ്ണൂർ ചെയ്തതുപോലെ അതിനേക്കാൾ ഉഗ്രമായ രീതിയിൽ തിരിച്ചടിച്ചു തന്നെയാണ് ഗുണ്ടാ സംഘങ്ങൾ CPM-ൽ നിന്നും തൃണമൂലിലേക്ക് വന്നപ്പോൾ. CPM-ന്റെ അടിത്തറ പാളി. CPM-ന്റെ ഓഫീസുകൾ തന്നെയാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളായി മാറിയത്. ആദ്യം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിത്തറ പിടിച്ചെടുത്തു. പിന്നീട് CPM-ന്റെ സോഷ്യൽ ബേസ്, അതിൽ പ്രധാനം CPM-ന്റെ ബേസിൽ പ്രധാനം മുസ്ലിം വോട്ടാണ്. അതാണ് ഏറ്റവും നിർണായക ഘടകം. ബംഗാളിലെ ഏറ്റവും നിർണായക ഘടകം മുസ്ലിം വോട്ടാണ്. 30% ബംഗാളികൾ, വെസ്റ്റ് ബംഗാൾ പൗരന്മാർ, അവർ മുസ്ലിങ്ങളാണ്. ഇത് ബംഗാളി മുസ്ലിങ്ങളുണ്ട്, ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന ഭാഗ്യ അന്വേഷികളുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന നല്ലൊരു പങ്ക് ഹിന്ദുക്കളാണെന്ന് ഓർക്കണം. അവരുടെ വോട്ടൊക്കെ BJPക്ക് ലഭിക്കാം. അപ്പം അങ്ങനെ 30% ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്കായി ഉണ്ടായിരുന്ന കക്ഷിയാണ് CPM. അത് ഏതാണ്ട് പൂർണ്ണമായി തൃണമൂലിലേക്ക് മാറി. ചില മേഖലകളിൽ മാത്രം കോൺഗ്രസ് മുസ്ലിം വോട്ട് നിലനിർത്തുന്നു. അപ്പം മമതയ്ക്ക് പിടിക്കേണ്ട 30-ന് ശേഷമുള്ള വോട്ട് ഒരു 45% കിട്ടിയാൽ അത് വിന്നിങ് മാർജിനാണ്. അപ്പോൾ ഹിന്ദുത്വ ഭൂരിപക്ഷം വരുന്ന ബംഗാളി ഹിന്ദുക്കളുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും മമതയെ പിന്തുണച്ചാൽ, മമത എന്നൊറ്റ വ്യക്തിയാണ്, മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി അടുത്ത ഭാവി നിയുക്തനായ ആളാണ്. ഇടയ്ക്ക് ഇണങ്ങിയും പിണങ്ങിയൊക്കെ നിന്നും ഇപ്പോൾ പൂർണ്ണമായി തൃണമൂലിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്ത്രങ്ങൾ ഒരുക്കുന്ന ആളാണ് അനന്തരവനായ അഭിഷേക് ബാനർജി. നല്ല ഒന്നാന്തരം എണ്ണയിട്ട യന്ത്രം പോലെയാണ് തൃണമൂലിൻ്റെ പ്രചരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഡ്രമാറ്റിക് അപ്പിയറൻസ് ആണ് മമതയ്ക്ക്, വലിയ വാഗ്ധോരണി, ടച്ച് ചെയ്യുന്ന വാക്കുകൾ. അതുകൊണ്ട് വിഷയങ്ങൾ ആളിക്കത്തിക്കാൻ കേന്ദ്രവിരുദ്ധതയുടെ മുഖമാണ്. ഒരു പോരാട്ടത്തിൻ്റെ ഒരു പോരാളിയാണ്, ഒരു ഉണ്ണിയാർച്ചയാണ്. ബംഗാളിലെ ഉണ്ണിയാർച്ചയായി കരുതാവുന്നത്, ഒരു അല്ലെ ഝാൻസി റാണിയായി കരുതാവുന്ന ആളാണ് മമതാ ബാനർജി. ED-യുടെ ഓഫീസിൽ കയറി ചെല്ലാൻ ധൈര്യം കാട്ടുന്ന ആൾ. എന്തിന്? ഐപാക്ക് എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം നയിക്കുന്ന, അവിടെ റെയ്ഡ് വന്നപ്പോൾ, ED റെയ്ഡൊക്കെ വന്നപ്പോൾ, കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ ബലം പ്രയോഗിച്ച് മുഖ്യമന്ത്രിയുടെ കുപ്പായി വിട്ടുകൊണ്ട് തന്നെ വന്ന് അവിടെ ഓഫീസിൽ കയറി കടത്തിക്കൊണ്ട് പോകാവുന്ന രേഖകൾ, ഇതെൻ്റെ രേഖകളാണ്, ഞാനിത് കൊണ്ടുപോകുന്നു, ഞങ്ങളുടെ രഹസ്യം ചോർത്താൻ കേന്ദ്രം അയച്ച ചാരന്മാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ധൈര്യം കാട്ടിയ ഒരു മാസ് പ്രവർത്തനങ്ങളാണ് മമതാ ബാനർജിയുടെ. അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ അഭിഭാഷക കൂടിയാണ് മമതാ ബാനർജി, അഡ്വക്കേറ്റ് മമതാ ബാനർജി. സുപ്രീം കോടതിയിൽ SIR-മായി ബന്ധപ്പെട്ട കാര്യം വാദിക്കാൻ അവിടെ ചെന്ന, സുപ്രീം കോടതിയിൽ ചെന്ന മമതാ ബാനർജി ശരിക്ക് പറഞ്ഞാൽ കോരിത്തരിപ്പിക്കുന്ന ഒരു ഫൈറ്റർ ഇമേജാണ്. ഇതാണ് മമതാ ബാനർജിയുടെ ശക്തി. നേരത്തെ ഞാൻ പറഞ്ഞ ലാളിത്യം, അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. പക്ഷേ മമതാ ബാനർജി അഴിമതിക്കാരുടെ തടവിലാണ് എന്നതാണ് BJP പറയുന്നത്. സ്ത്രീ പീഡകരുടെ, ഇപ്പം സ്ത്രീയാണല്ലോ വലിയ വിഷയം, മാമിട്ടി മനുഷ്യൻ എന്ന മുദ്രാവാക്യം. അതുപോലെ തന്നെ M ഫോർമുല, M ഫോർ മഹിള, M ഫോർ മുസ്ലിം, M ഫോർ മമത, ട്രിപ്പിൾ M. ഈ ഫോർമുലയാണ് വിജയ ഫോർമുല. സ്ത്രീ മുഖം, അതാണ് മമത. സ്ത്രീ ശൗര്യം, അതാണ് മമത. സ്ത്രീ സുരക്ഷ, അതാണ് മമത. സ്ത്രീ സൗഹൃദമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, പെൻഷൻ സ്കീമുകൾ ആവിഷ്കരിക്കുക. അപ്പം മമതയെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. മുസ്ലിം സമുദായത്തിൻ്റെ കലവറയില്ലാത്ത പിന്തുണയും മഹിളകളുടെ പിന്തുണയും ആകുമ്പോൾ BJPക്ക് മമതാ ബാനർജിയെ അൺസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇപ്പോഴത്തെ കൃത്യം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൂടെ വരാം. എന്താണ് രംഗം? വനിതാ സംവരണ ബില്ല് BJP കൊണ്ടുവരുന്നു, സംവരണ അമെൻമെൻറ്റ് ബില്ല്. അത് പല കാരണങ്ങളാൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് അതിലെ ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസും മമതയുടെ പാർട്ടിയും എല്ലാം ചേർത്ത് നിന്നുകൊണ്ട് എതിർത്ത്
തോൽപ്പിച്ചു. അപ്പോൾ മമത ഉൾപ്പെടെയുള്ള, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള, MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ സ്ത്രീ സംവരണ ബില്ലിനെ എതിർത്ത് തോൽപ്പിച്ചു എന്ന പ്രചരണവുമായി BJP ദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു. എന്തിന്? ആകാശവാണിയും ദൂരദർശനിലൂടെ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രഭാഷണങ്ങളും മമതയും തൃണമൂലിനെയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും DMK അധ്യക്ഷനെയും എല്ലാം പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചു. അത് പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒട്ടകപക്ഷി മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കുന്നത് പോലെ ഒരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി മമതയുടെ എതിരെയുള്ള കാര്യങ്ങൾ എന്താ? സന്ദേശ് ഖാലി, അവിടെ സ്ത്രീ പീഡനം നടന്നു, മമതയുടെ പാർട്ടിക്കാർ അതിൽ ഇൻവോൾവ് ആണ്. അതുമാത്രമല്ല RG കർ കോളേജിൽ, മെഡിക്കൽ കോളേജിൽ നടന്ന റേപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെയും തൃണമൂലിൻ്റെ ചില നേതാക്കളും പ്രവർത്തകരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ സ്ത്രീ സുരക്ഷ എന്ന മമതയുടെ വാദം പൊളിച്ചടക്കുന്ന രീതിയിൽ സന്ദേശ് ഖാലിയും RG കർ കേസും BJP ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ മമതയുടെ വലങ്കയായിരുന്ന സുവേന്ദു അധികാരി, മമതയുടെ തന്ത്രങ്ങൾ ഒരുക്കിയിരുന്ന പടക്കുറുപ്പായിരുന്നു പടനായകനായ സുവേന്ദു അധികാരിയാണ് ഇപ്പോൾ ഇതാ മമതയ്ക്കെതിരെ ആഞ്ഞ് വാളുവീശി BJPയുടെ തേര് നയിക്കുന്നത് സുവേന്ദുവാണ്. സുവേന്ദുവിനെ പരാജയം നന്ദിഗ്രാമിൽ, മമതാ ബാനർജി മത്സരിച്ച നന്ദിഗ്രാമിൽ ചെന്ന് മത്സരിക്കുകയാണ് സുവേന്ദു അധികാരി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ആ സീറ്റിൽ പരാജയപ്പെടുത്തി. മറ്റൊരു സീറ്റിലും കൂടെ മത്സരിച്ചതുകൊണ്ട് മമതാ ബാനർജി അവിടെ ജയിച്ചു വന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു. അവിടെ ഇപ്പോൾ BJP രണ്ടും കൽപ്പിച്ചാണ്. പണം നന്നായി ഒഴുകുന്നുണ്ട്, പണത്തിൻ്റെ അയ്യരുകളിയാണ് അവിടെ എന്നാണ് പൊതുവെയുള്ള സംസാരം. അതേസമയം മമതായും വിട്ടുകൊടുക്കുന്നില്ല. അവിടെ വളരെ വയലൻ്റാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ ഈ വയലൻസ് ഒക്കെ കാര്യമായി ഏഷ്യതായി കാണുന്നില്ല. പക്ഷേ നിർണായക വിഷയം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് മറ്റൊന്നുമല്ല, സംവിധായകരുടെ കൂട്ടത്തിൽ നിന്നും ഏതാണ്ട് 1 കോടി 90 ലക്ഷത്തോളം പേരെയാണ് വെട്ടിയത്. 12% വോട്ടർമാരുടെ പേരുകൾ വെട്ടി നീക്കപ്പെട്ടപ്പോൾ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ വെട്ടി നീക്കിയപ്പോൾ ആരുടെ വോട്ടാണ് വെട്ടി നീക്കിയത്? അറിയില്ല. മമത പറയുന്നു തങ്ങളുടെ വോട്ടാണ്. ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്നവർ ഒക്കെ തന്നെ, മുസ്ലിങ്ങളായ ആളുകളൊക്കെ തന്നെ മമതയ്ക്ക് വോട്ട് ചെയ്തിരുന്നവരാണ്. വേണ്ടപ്പെട്ട രേഖകളില്ലാതെ വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്നാണ് പൊതുവെ നിഗമനം. അവിടെയാണ് മമതയുടെ പാർട്ടിയും BJPയും തമ്മിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ട് ശതമാനത്തിലെ വ്യത്യാസം 6% മാത്രമാണ്. ഇപ്പോൾ ഇതാ 12% ആളുകളെ വെട്ടി നിർത്തിയിരിക്കുന്നു. അതിൽ മഹാഭൂരിപക്ഷം തൃണമൂൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും വോട്ടർമാരാകുമ്പോൾ BJPക്ക് കുറിച്ചിരിക്കാം. മറുപക്ഷത്തും പറയുന്നുണ്ട് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന മതിയായ രേഖകളില്ലാത്ത ഹിന്ദുക്കളായ ആളുകൾ ഇതിനകത്ത് തള്ളിപ്പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അവരും ഒരുപക്ഷെ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു അവാദഗതിയാണ് അതും. അപ്പം യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി പറയുമ്പോൾ ഏതാണ്ട് 1 കോടിയോളം വോട്ടുകൾ, 90 ലക്ഷത്തിൽ പരമാണ് വോട്ടുകൾ SIRലൂടെ വെട്ടിനിർത്തപ്പെടുമ്പോൾ, ഈവൻ മമതയുടെ ഇപ്പോൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ 30,000 വോട്ടുകൾ വെട്ടിനിർത്തിയിരിക്കുന്നു. മമതയ്ക്കപ്പോൾ ലഭിക്കേണ്ട വോട്ടുകളാണ് കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോടുകൂടി സിസ്റ്റമാറ്റിക് പ്രവർത്തനത്തിലൂടി BJP കൂടി ശ്രമിച്ചുകൊണ്ട് അതിൽ ഭേദഗതികൾ വരുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിക്കളയുമ്പോൾ മമത തന്നെ ജയിച്ചു വരുമോ എന്ന ഒരു സംശയമുണ്ട്. പക്ഷേ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ് SIR. കാരണം ദുർമേധസ്, വോട്ടേഴ്സ് ലിസ്റ്റിലെ ദുർമേധസ് അരിഞ്ഞു കളഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കൃത്യമായ വോട്ടിംഗ് ആണ്. 92% പേരെ, അതിൽ ഏറ്റവും വലിയ പ്രായമായവരും കിടപ്പ് രോഗികളും ഒക്കെ ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായേക്കാം. അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെന്ന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് പഠനവിധേയമാക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ നോക്കൂ, 79% നിൽക്കുകയാണ്. ഒരുപക്ഷെ അന്തിമ കണക്ക് ഇതുവരെ വന്നിട്ടില്ല, 80% നിൽക്കാം. പക്ഷെ വേണമെങ്കിൽ പറയാം പലരും പ്രവാസികളാണ്, അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നും പറയാം. പക്ഷെ അതിനേക്കാൾ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ബംഗാളിൽ സംഭവിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള തൊഴിലാളികൾ, ബംഗാളി തൊഴിലാളികൾ, ബംഗാളി ആളുകൾ, അവിടെ വോട്ടുള്ള ആളുകൾ എല്ലാം തന്നെ ട്രെയിനുകൾ കയറി വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടം, അവസാന ഘട്ടം, 2ാം ഘട്ടം 29-ാം തീയതി നടക്കുന്നു. അവിടെയും 90% കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് പ്രതീക്ഷിക്കാം. ഇതെല്ലാം നൽകുന്നൊരു ചിത്രം
തീർത്ത് പറയാനാവാത്ത ഒരു ചിത്രമാണ്. BJP വൻ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് കണ്ടതുമാണ്. അതുകൊണ്ട് നിയമസഭയിൽ ഒറ്റപ്പെട്ട തുരുത്തായി NDAക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ ഒറ്റപ്പെട്ട തുരുത്തായി നിൽക്കുന്ന തമിഴ്നാട്ടിൽ ഒരുപക്ഷെ സ്റ്റാലിനൊരു മേധാവിത്വം ഉണ്ടാകും. അത് കേന്ദ്രവിരുദ്ധതയ്ക്ക് അവിടെ ആ പരിപ്പ് വേകും. പക്ഷേ ബംഗാളിൽ കേന്ദ്രവിരുദ്ധത മാത്രം പറഞ്ഞാൽ ആ പരിപ്പ് വേവില്ല. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പശ്ചിമ ബംഗാളിലുണ്ട്. അതുകൊണ്ട് ദീദി ഒരുപാട് പേരെ പിണക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് പാർട്ടി മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അഴിമതിക്കെതിരെയുള്ള പോരാളിയായ മമതാ ബാനർജി വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങൾ അധികം നേരിടുന്നില്ല എങ്കിലും സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ട്. പാർട്ടിക്കാർ ഗുണ്ടായിസം, അഴിമതി എന്ന് വേണ്ട ഒരുപാട് കേസുകൾ, ക്രിമിനൽ റെക്കോർഡുകളുള്ള അനേകരുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് ബംഗാൾ പ്രവചനാതീതമായ രീതിയിൽ നീങ്ങുമ്പോൾ 92.59% പോളിംഗ് ഒരുപാട് പുരികങ്ങൾ ഉയർത്താൻ പര്യാപ്തമാണ്. വോട്ടെണ്ണലിന് വേണ്ടി ആകാംക്ഷപൂർവ്വം ഉദ്വേഗപൂർവ്വം കാത്തു നിൽക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു വേർഡിക്റ്റ് ആകും BJP അധികാരത്തിൽ വന്നാൽ. ബംഗാൾ കൂടി BJP പിടിച്ചാൽ അതിനർത്ഥം ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രം, അതുമാത്രമല്ല മണ്ഡലങ്ങളുടെ പുനർവിന്യാസം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ BJP ഉദ്ദേശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത രീതിയിൽ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് വന്നാൽ ഒരുപക്ഷെ ഒരു ഏക പാർട്ടി സംവിധാനത്തിലേക്ക്, വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റം 1977 വരെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഏകധ്രുവ സംവിധാനം, കോൺഗ്രസ് നയിക്കുന്ന, കോൺഗ്രസ് നിയന്ത്രിക്കുന്ന, കോൺഗ്രസിന് മാത്രം അധികാരത്തിലെത്താവുന്ന ഒരു സംവിധാനമായി, ഇപ്പോൾ BJPക്ക് മാത്രം എത്താവുന്ന ഒരു സംവിധാനമായി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗം മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്.